ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ്റെ പാർട്സ് എങ്ങനെയാണ് നമുക്ക് വരട്ട് പരുവത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് 2 സവാള നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇവയെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനോട് യോജിപ്പിച്ച് നല്ല മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും 1 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി 3 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ആഡ് ചെയ്ത ശേഷം കരിഞ്ഞു പോവാണ്ട് നമ്മൾ ഈ മസാല ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല പൗഡർ കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം, നമ്മുടെ മസാല ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇട്ടാൽ അതിൽ തന്നെ വെള്ളം ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാർട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പാർട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാർട്സ് നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് തിളച്ച് വെന്ത് വരണം. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം എല്ലാം വറ്റി വരണം. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ മസാല പിടിക്കും. ഇപ്പോൾ നമ്മുടെ പാർട്സിൻ്റെ ഒരുവിധം വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അല്പം കൂടി വെള്ളമുണ്ട്. അത് ഒന്നും കൂടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക്
ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ്. അപ്പോൾ ആ ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പാർട്സിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് എരിവൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എരിവൊക്കെ വേണ്ടവർക്ക് നന്നായിട്ട് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മളെ വരട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ആയി വരുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഒന്ന് തൂവിക്കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളവും അതിലുണ്ടായ വെള്ളം എല്ലാം വറ്റി നല്ല കുറുകി നല്ല വരട്ട് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാർട്സിൻ്റെ ഫുള്ള് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി.